ഒരു ദിവസം 100 രൂപ മാറ്റി വെച്ചാൽ, ഈ 100 രൂപ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഒരു വിദേശ രാജ്യത്ത് പോകാം. ഉറപ്പായിട്ടും ലോകം കണ്ടു കഴിഞ്ഞാൽ കേരളം മാറും. ഞാൻ മാറിയിട്ടുണ്ട്. ദിവസവും വരണ്ടൊക്കെ കേൾക്കുള്ളൂ, പക്ഷെ അത് നല്ല ശരിക്കും മനസ്സിലായി. ഈ കാറയിലെല്ലാം ഓരോ തോക്കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര കൊലപാതകം ഒരു ദിവസം അല്ലേ? ഞാൻ സഫാരി TV ചാനൽ ബ്രോഡ്കാസ്റ്റ് നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പൊ കുറെ വയസ്സന്മാരാണ് കാണുന്നത്. നമ്മളിത് പറയുന്ന ടെലിവിഷൻ നിങ്ങൾ വെട്ടിക്കളയരുത്, ഉള്ള കാര്യം പറയാം. ടെലിവിഷൻ ചാനൽ ഈസ് കാലഹരണപ്പെട്ട ഒരു മീഡിയ. അതായത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ട് നിർത്തിയാൽ മതി കേട്ടോ. അല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ട് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ അവരോട് ചാനൽ ഇങ്ങനെ പറഞ്ഞതിനാൽ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് കാണണം എന്ന് പറയുന്നത് വെച്ചാൽ ഇത് 3D. എനിക്കറിയാം, ഇത് 3D മാത്രമല്ല, നല്ല സിനിമകൾ തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണെന്ന് എനിക്കറിയാം. ഞാൻ നമ്പറും വാങ്ങും. എനിക്കിത് കണ്ടിട്ടൊരു അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞു കേട്ടാൽ കൊള്ളാം. എനിക്കൊരു അപകടമുണ്ട്, ഞാൻ പച്ചയ്ക്ക് അഭിപ്രായം പറയുന്ന ഒരാളാണ്. പേഴ്സണലി അല്ലേ പറയുന്നത്. എന്നോട് പറഞ്ഞു പുറത്തു പറയാതിരുന്ന മോശമാണെങ്കിൽ, നല്ലതാണെങ്കിൽ പുറത്തു പറഞ്ഞു, മോശമാണെങ്കിൽ പുറത്തു പറയാതിരുന്നത് എന്നോട് പറഞ്ഞു. എനിക്ക് മോശമാണെങ്കിൽ എന്നോട് മാത്രം പറഞ്ഞാൽ. അതായത് നേതാക്കന്മാർക്ക് അജ്ഞതയില്ല, അണികൾക്ക് അജ്ഞതയുണ്ട്. ദൈവത്തെ വിൽക്കുന്നതെല്ലാം കൊമേഴ്ഷ്യൽ ആവശ്യത്തിനാണ്. ഒന്നെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കുറച്ച് രാഷ്ട്രം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെ പോളിസി എനിക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ. ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഇല്ലേ, അതിനെ ദുരുപയോഗം ചെയ്യുന്നതിനാണ് ഏറ്റവും ഉറപ്പുള്ളത് ദൈവമില്ലാന്ന്. അതൊക്കെ ചോദിക്കാൻ വേണ്ടി വരാനായി ധൈര്യം വേണമല്ലോ. ദൈവമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവർ ഈ തോന്നിയാസം കാണിക്കുമോ? സ്വർഗമുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ വൃത്തികേട് കാണിക്കും. ഇവിടെ ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യർ കൂടുതൽ നന്നായിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച ഭയങ്കര രഹസ്യമായി പറഞ്ഞിരുന്ന പലതേറിയും പരസ്യമായിട്ട് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. കത്തിയോണ്ട് കറിക്ക് വരികയും ആളെയും കുത്തിക്കൊല്ലാം. നമ്മളേതാണ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. രണ്ട് എക്സ്ട്രീം ലെവൽ ഓഫ് ആൾക്കാരാണ് എന്നുള്ളത് അല്ലേ? നല്ലതാ, രണ്ടും നല്ലത് തന്നെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് ഇവര് രണ്ടുപേരും. എന്റെ സ്വഭാവത്തിലുണ്ട്, ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ് പൊതുവെ. അതായത് ഞാനിങ്ങനെ ഇപ്പോ നമ്മളിങ്ങനെ ഒരു ബോട്ടിൽ പോകുന്നു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അത്. ഇപ്പൊ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ടൊവിനെ കാണുന്നത്. ടൊവിന അവിടെ ഇരിക്കുകയാണ്, എനിക്ക് ടൊവിനാണെന്ന് മനസ്സിലായി. ടൊവിന എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് കയറി വരുള്ളൂ. ചിലരുണ്ടല്ലോ, ഹലോ ടൊവിനോ ഞാൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു എനിക്കതിനൊക്കെ ഉള്ളൊരു മടിയോ ചമ്മലോ ഒരു ഇൻഹിബിഷനോ ഒക്കെ അയാൾക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ അയാൾ വെറുതെ അയാൾ വല്ലതും ചിന്തിച്ചിരിക്കുകയാണോ. അപ്പം ഞാൻ ഇടിച്ചു കയറി ഒരു സൗഹൃദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയോ, അത് ജാടയൊന്നും അല്ല, നമുക്ക് പേടി കൊണ്ടാ, അല്ലെങ്കിൽ ഒരു എന്താണോന്ന് വെച്ചാലും നടക്കില്ല. അതാ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയാ. ചിലരുണ്ടല്ലോ ഉൾവലിയുക എന്ന് പറയുന്നത്. ഞാൻ ഈ 6ാം ക്ലാസ് വരെ നല്ല ലക്ഷണമൊത്തൊരു അന്തർമുഖനായിരുന്നു. അത് കഴിഞ്ഞൊരു എനിക്ക് നല്ല ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, നല്ല കലക്കം ഫ്രണ്ട്സ് കിട്ടി. അവരുടെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അത് കഴിഞ്ഞൊരു 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ചാൾ ഒരു കിഡ്നി സ്റ്റോണൊക്കെ ആയിട്ട് വെല്ലൂരൊക്കെ ആയിരുന്നു. കുറച്ചാൾ ഒരു 4-5 മാസം ആശുപത്രി പരിപാടിയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറേ സമയം വെറുതെ ഇരുന്ന് ചിന്തിക്കാനും ഒക്കെ സമയം കിട്ടി. ക്ലാസ്സിൽ പോക്കോ പഠിക്കാനോ ഒന്നുമില്ല. ഞാൻ ക്വാർട്ടർ എക്സാം കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് വെറുതെ ഇങ്ങനെ ബെഡിൽ കയറുന്ന ഇങ്ങനെ ചിന്തിച്ച സമയത്ത് ഇങ്ങനെയൊന്നും പോരാ, കുറച്ചും കൂടെയൊക്കെ അടിപൊളിയാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഫ്രണ്ട്സിൻ്റെയും സഹായത്തോട് കൂടിയിട്ട് ഞാൻ ഒരു നല്ല പരിശ്രമം നടത്തിയിരുന്നു. ഈ ഇൻട്രോവേർട്ടിൽ നിന്നൊന്നും മാറി കുറച്ചും കൂടെ ഒന്ന് സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം എന്താ വെച്ചാൽ ഈ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇൻട്രോവേർട്ട് ആണെന്ന് ആർക്കും തോന്നുന്നില്ല. പുറത്ത് നിൽക്കുമ്പോഴാണ് ഇൻട്രോവേർട്ട് ആണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവണം. പിന്നെ അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. അതെന്ന് വെച്ചാൽ ഒരു പോപ്പുലർ ഗാങ്ങിന്റെ കൂടെ ഭാഗമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിന്ന് ഞാൻ ഇങ്ങനെ ഒരു പെർസോണ ഇട്ട് പിടിച്ച് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയപ്പോഴാണ് അവിടെയുള്ള ആർക്കും എന്നെ അറിയാൻ പാടില്ല. ഞാൻ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ ആംബിവേർട്ടാണോ ആർക്കും ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പുതിയ സ്ഥലത്തേക്ക് കംപ്ലീറ്റ്ലി പുതിയ സ്ഥലമായപ്പോ ഞാൻ അവിടെ വേറൊരു പുതിയ ആളായിട്ട് ഇട്ടു. അവിടെ പോയി ആ ക്യാരക്ടർ പിടിച്ച് കുറച്ച് ദിവസം നിന്നപ്പോ അതായിട്ട് നമുക്ക് കുറെ സമയം അതിങ്ങനെ ക്യാരി ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായിട്ടും മാറുമൊന്നുമില്ല. ഇപ്പോഴും എനിക്കൊരു ഉദ്ഘാടനത്തിന് പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ് ഫംഗ്ഷന് പോയാലോ, അവാർഡ് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ക്രൗഡൊക്കെ കാണുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്റെ പ്രശ്നം നേരെ മറിച്ചാണ്. ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഇതിലെല്ലാവരും എനിക്ക് പരിചയമുണ്ട്. ഇതിൽ ഒരാൾ മാത്രം ഷെയ്ക്കിൻ്റെ കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഷെയ്ക്കിൻ്റെ കൊടുത്തില്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കുന്നിട്ട് ഞാൻ ഓടി നടന്ന് എല്ലാവർക്കും ഷെയ്ക്കിൻ്റെ കൊടുക്കും. എന്നിട്ട് തിരിച്ചു വന്നിരുന്നു ഞാൻ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ. അതായത് പരാതി വരരുത് നാളെ ഞാൻ ഷെയ്ക്കിൻ്റെ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് അത് ഒരിക്കലും വരരുത് എന്നുള്ളതായിരുന്നു. എന്നാലും ചില സമയത്ത് നമുക്ക് ഈ
ഇൻട്രോവേർട്ടുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ ക്രൗഡൊക്കെ നമ്മളെ ആകെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോണ പോലത്തെ ഒരു സാധനം വരും. നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ വെറുതെ ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത് വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വെക്കുക. എന്തെങ്കിലും നമ്മളെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു എന്ന് പറയാൻ പറ്റില്ലോ, അപ്പോഴങ്ങനെ ചിരിച്ചുകൊണ്ട് വെക്കുക. പക്ഷെ ഞാൻ ആ ഒരു പെർസോണ ഇട്ടിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന പോലെ പോലും അല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഒറ്റയ്ക്ക് വായന, പിന്നെ എന്റെ ജോലി ചെയ്യല്, ചിന്തിക്കുക. അതായത് ഈ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഇതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. എന്റെ പ്രശ്നങ്ങളാവാം, നാട്ടിലെ പ്രശ്നങ്ങളാവാം, ഏതിലും. അപ്പൊ അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം. തന്നെയല്ല കൂടെ വന്നിരിക്കുന്ന ഒരാൾ നമുക്ക് യാതൊരു വേവ്ലെങ്തിലും പോവാത്തൊരു വിഷയമാണ് പറയുന്നതെങ്കിലും പിന്നെ എങ്ങനെ അതുകൊണ്ടൊക്കെയായിരിക്കും നമ്മളിങ്ങനെ ഒതുങ്ങി നമ്മുടെ ഒരു ചിന്തയുടെ ലോകത്താണ് നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും. വിദേശയാത്ര വിമാനത്തിലെ ദീർഘയാത്രയല്ലേ, അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഇരുന്ന് ചിന്തിക്കാൻ ഞാനതെല്ലാം എഴുതി വെക്കും. എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് ചാനലിൽ നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ അടുത്തൊരു എൻ്റെ ഒരു പരിപാടിയിൽ പറയേണ്ടത്, ഇതെല്ലാം ഞാൻ ഈ യാത്രകളിൽ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ലോകത്താണ് ഇങ്ങനെ. പിന്നെ ചില സമയത്തുണ്ടല്ലോ നമ്മള് ആൾക്കാർ ഓപ്പോസിറ്റ് വരുന്ന പരിചയമുള്ള ഒരാളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒന്ന് ചിരിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ഞാനങ്ങനെ ചിരിക്കാറുണ്ട്. ചിലരൊക്കെ പണ്ട് ഞാൻ സിനിമയിൽ വന്നതിന് മുമ്പത്തെ കാര്യം ഞാൻ പറയാം. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും വായിക്കൂലേ, നമുക്കൊരു പുഞ്ചിരി, അതിന് വിലയിൽ പ്രത്യേകിച്ച് നമ്മൾ പൈസ ഒന്നും മുടക്കില്ലല്ലോ, പുഞ്ചിരിച്ചേക്കാന്ന് പറഞ്ഞ. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്റെ ചെറുപ്പത്തിൽ സിനിമയിൽ വരുന്നതിനൊക്കെ മുമ്പ് ഭൂരിഭാഗം ആൾക്കാരും ഇയാളെ തന്നെ നോക്കി ചിരിക്കണം എന്നുള്ള പോലെ നോക്കി അപൂർവം ആൾക്കാരെ തിരിച്ചാണ് ചിരിയൊക്കെ തന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ സ്ട്രേഞ്ചറിനെ നോക്കി ചിരിക്കുമ്പോ ഇവൻ എന്തോ പണിയുമായിട്ട് വന്നേക്കണാണെന്നുള്ള. സിനിമയിൽ വന്നതിന് ശേഷമാണെങ്കിൽ പോലും ഞാൻ നോക്കി ചിരിച്ചു കഴിയുമ്പോൾ പ്രശസ്തനായി കഴിഞ്ഞ് ചിരിക്കാം, കാരണം അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പ്രശസ്തനാണോന്ന് നമുക്ക് സംശയമുള്ള കാലത്താണ് ഈ പ്രശ്നം മുഴുവൻ. കാരണം ഇവൻ നമ്മളെ അറിയുന്നുണ്ടോ, അറിയാത്ത ഒരാളെ ചിരിക്കാനും പറ്റില്ല. എന്തിനാ ചിരിക്കാന്നുള്ളത്, എന്തിനാ ചിരിച്ചെന്നുള്ളത്. അതായത് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട്. അതെ ഞാൻ പറയാൻ വരിക, എനിക്ക് നന്നായി അറിയാം സാർ. ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവും. അതെ അതെ, മറ്റുള്ളവർ സാറിന്റെ പോസ്റ്റുകൾ ഇട്ടിട്ട് സാറിനെ നമ്മളിപ്പോ എല്ലാവരും, അതായത് നേരത്തെ ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, സാർ ആക്റ്റീവ് അല്ല, സാറിന്റെ കാര്യങ്ങളിൽ വളരെ തിരക്കിട്ട് നടക്കുകയാണ്. പക്ഷെ സാർ എവിടെയൊക്കെ പറഞ്ഞത് ഇപ്പോൾ വളരെയധികം ആക്റ്റീവായിട്ട്, അതായത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് കാര്യങ്ങൾ സാർ തുറന്നടിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അത് ശരിക്കും ഓരോരുത്തരും ഓരോ പൗരന്മാരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ടോവിനെ ഉൾപ്പെടെ പല കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. 2018 ആ ഒരു പ്രളയ സമയത്ത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിരുന്നു. അന്ന് നമ്മൾ ഇതിനെ വളരെയധികം എല്ലാവരും വളരെ കോൺട്രവേഴ്ഷ്യലായിട്ട് എന്തുകൊണ്ട് ടോവിൻ അത് ചെയ്തത്, അത് പ്രൊമോഷൻ്റെ ഭാഗമാണ്. ഇന്ന് നമുക്കതൊരു ഫണ്ണായിട്ട് തോന്നും. അത്രയും വർഷങ്ങൾക്കിപ്പുറം അതൊക്കെ അവർ വെറുതെ തമാശ. സോഷ്യൽ മീഡിയ ഒരു രീതിയിലുള്ള ഫിൽട്രേഷനും ഇല്ലാത്തൊരു മീഡിയ ആണ്. അത് കാരണം കൊണ്ട് നമുക്ക് ഇൻഫർമേഷനും മിസ്ഇൻഫർമേഷനും നല്ലതും ചീത്തയും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഫ്ലൈറ്റ് ഞാൻ ആലോചിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രതികരണങ്ങൾ ഈ സോഷ്യൽ മീഡിയക്ക് പുറത്തോട്ട് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പേഴ്സണലിയോ നമുക്ക് എന്തെങ്കിലും നേരിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും പറ്റും. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്താ പറയുക, പ്രശ്നമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിലെ കുട്ടിയെയും MBBS പഠിക്കുന്ന കുട്ടിയെയും കൂടെ ഒരു ക്ലാസ്സിൽ ഇരുത്തിയിട്ട് അനാട്ടമി പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും. 5ാം ക്ലാസ്സുകാരന് മനസ്സിലാകുന്ന ഒന്ന്, MBBS പഠിക്കുന്നവന് മനസ്സിലാകുന്ന വേറൊന്ന്. MBBS-കാരൻ പ്രതികരിക്കില്ല, ഈ മനസ്സിലാവാത്ത 5ാം ക്ലാസ്സുകാരൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബന്ധമുള്ളതായിരിക്കില്ല അവർ പറയുന്നത്. അവർക്ക് മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞതെന്ന്. അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്രതികരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് എപ്പോഴും MBBS-കാരൻ്റെ ലെവലിലല്ല, ഈ 5ാം ക്ലാസ്സുകാരനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് നല്ല കയ്യടി കിട്ടുള്ളൂ. പറഞ്ഞു വന്നതാണ്, കയ്യടികൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും അതുകൊണ്ട് നേടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് പക്ഷെ അപ്പോഴും ഞാൻ പറയണത് വളരെ അപൂർവമായിട്ടെങ്കിലും നമുക്ക് പല ഇൻഫർമേഷൻസും ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും. അതുപോലെ നമുക്ക് പ്ലാറ്റ്ഫോം ആക്ച്വലി വന്നത് എനിക്ക് എന്നെ തന്നെ വിൽക്കാനുള്ളൊരു സ്ഥലമാണത്. അല്ലെ എനിക്ക് എന്റെ പ്രോഡക്റ്റോ സർവീസോ വിൽക്കാനുള്ള സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങിയ കാലത്ത് അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവിടെ സമൂഹത്തിലുണ്ടാവുന്ന എല്ലാത്തിനും എതിരെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ സംഘടിക്കാൻ പോകുന്നത് ഇതിലൂടെ ആയിരിക്കും. അവിടെ അങ്ങേയറ്റത്ത് മുതൽ ഇങ്ങേയറ്റത്തുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സാമൂഹ്യമായിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. കാര്യമായിട്ടില്ല.
അതെ. മനുഷ്യർ കൂടുതൽ നന്നായിട്ടുണ്ടോ? ഇല്ല. ഞാൻ വിചാരിച്ച ഭയങ്കര ഇമ്പാക്ട് രഹസ്യമായി പറഞ്ഞിരുന്ന പലതെറിയും പരസ്യമായിട്ട് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ അതവൻ രഹസ്യമായിട്ടാണ് പറയുന്നത്. പരസ്യമായിട്ട് പറയുന്നത് മറ്റുള്ളവരെ സ്വന്തം മുഖം പോലും കാണിക്കാതെ പരസ്യമായി മറ്റുള്ളവനെ എന്തും പറയാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാക്കി മാറ്റി. അതായത് നമ്മൾ പറയാൻ മടിച്ചിരുന്ന പല വാക്കുകൾ പോലും ഇന്ന് അതെ പോപ്പുലർ ആക്കി മാറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതേസമയം നേരത്തെ ടോവി പറഞ്ഞതുപോലെ വയനാട് പോലുള്ള അത്തരം നമുക്ക് ഏറ്റവും അധികം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത് നമ്മളിതിൽ ഏതാ ചൂസ് ചെയ്യണെന്നുള്ളതാണ്. ഇതിന് ഇതിപ്പോ കറിയോ മറ്റേ കത്തിയോണ്ട് കറിക്ക് വരികയും ആളെയും കുത്തിക്കൊല്ലാം. നമ്മളേതാണ് ചൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട്. ഇപ്പോൾ സാറിന്റെ അത് ടോവി കണ്ടോന്ന് എനിക്കറിയില്ല. സാർ കുറച്ച് നാളായി അത് പറഞ്ഞിട്ട് വളരെയധികം കത്തിക്കയറിയ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അത് വളരെ ചെറിയ ഷോർട്ടാണ്, പക്ഷെ അത് വളരെയധികം സാർ എന്നെ അതിശയിക്കുന്നത് ഇതിൽ ഏതാണ് ഞാൻ പറഞ്ഞത് ഒരു 2 വയസ്സുള്ള കുഞ്ഞ് ആ ഒരു കുഴൽക്കിണറിൽ വീഴുകയും അത് 48 മണിക്കൂറോളം ശ്വാസം കിട്ടാതെ അവിടെ ബുദ്ധിമുട്ടി മരിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവം അവിടെ സഹായിച്ചില്ല? ആ സമയത്തല്ലേ സഹായിക്കേണ്ടിയിരുന്നത്? ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊരു ചോദ്യം ചോദിച്ചു. ശരിക്കും അതൊരു ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തിയതല്ല, ഈ ദൈവത്തെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ദൈവവിശ്വാസത്തിനോ അല്ലെങ്കിൽ ആത്മീയമായ ചിന്തകൾക്കോ ഒന്നും ഞാനെതിരെ. അത് വളരെ മനുഷ്യരെ സഹായിക്കും, മനുഷ്യന് മുമ്പോട്ടുള്ള കരുത്ത് പകരും, പല പ്രതിസന്ധി ഘട്ടത്തിൽ അതിജീവിക്കാനുള്ള ശക്തി വരും. ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ അതിനുണ്ട്. പക്ഷേ അതിനെ നമ്മൾ തെറ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിന് കൊമേഴ്ഷ്യൽ വാല്യൂസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഈ കൊമേഴ്ഷ്യലാണ്. ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തെ വിൽക്കുന്നതെല്ലാം കൊമേഴ്ഷ്യൽ ആവശ്യത്തിനാണ്. ഒന്നെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കുറച്ച് രാഷ്ട്രം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെ പോളിസി എനിക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു ബിസിനസിൻ്റെ സാധ്യത കണ്ടെത്താൻ. ഇതെല്ലാം പണവും പൊളിറ്റിക്സും ബിസിനസ്സും കൂടെ ചേർന്ന ഇക്വേഷനാണ് ഈ ദൈവത്തെ മറ്റു രീതിയിലേക്ക് മാറ്റിയത് മുഴുവൻ. ഈ ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഇല്ലേ, അതിനെ ദുരുപയോഗം ചെയ്യുന്നവനാണ് ഏറ്റവും ഉറപ്പുള്ളത് ദൈവം ഇല്ലാന്ന് ചോദിക്കാൻ വേണ്ടി വരാനാണല്ലോ. ഇത് ദുരുപയോഗം ചെയ്യുന്നവർക്കല്ലേ ഏറ്റവും ഉറപ്പുള്ളത്. ഇതിന്റെ പേരില് അക്രമങ്ങൾ ചോദിക്കാൻ വരുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് ചെയ്യുമോ? ദൈവം ഉറപ്പുണ്ടെങ്കിൽ ഇവർ ഈ തോന്നിയാസം കാണിക്കുമോ? സ്വർഗമുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ വൃത്തികേട് കാണിക്കും. ഇവിടെ ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത്. ഞാനൊരു കോട്ട് വായിച്ചിട്ടുണ്ട്. അതായത് ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ആൾക്കാരെ കൊന്നൊടുക്കിയത് മതത്തിന്റെ പേരിൽ, എന്നിട്ടും ചെകുത്താൻ വെറുക്കപ്പെട്ടതുണ്ട്. അതെ, ചെകുത്താൻ ചോദിക്കണം ഞാൻ എന്ത് തെറ്റിയത് ഇതിനകത്തുനിന്ന്. ദൈവത്തിന്റെ പേരിലാണ് അവിടെ ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടായിട്ടുള്ളതും ഒക്കെ. അതെ, തീർച്ചയായിട്ടും. അത് ഞാൻ മനസ്സിലാക്കി വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് പല കാര്യങ്ങൾ വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യാം. മതം വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യാം, സയൻസ് വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പിരിച്വൽ രീതികൾ വെച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു മനുഷ്യൻ തുടങ്ങിയ കാലം മുതൽ അങ്ങനെ തന്നെ ഇവർ ഇന്റർപ്രറ്റ് ചെയ്യുകയും കാലഘട്ടത്തിനനുസരിച്ചും സമൂഹം മാറുന്നതിനനുസരിച്ചും അത് അവരങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നിട്ടുണ്ടാവാം. ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ വരേണ്ട കാര്യം ശരിക്കും പറഞ്ഞാലില്ല. കോൺഫ്ലിക്റ്റുകൾ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അജ്ഞത കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കും ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയാൽ ലാഭം ഉണ്ടെങ്കിൽ അതെ, അത് പറഞ്ഞു. ഒന്നുകിൽ അജ്ഞത അല്ലെങ്കിൽ മനഃപൂർവ്വം. അതായത് നേതാക്കന്മാർക്ക് അജ്ഞതയില്ല, അണികൾക്ക് അജ്ഞതയുണ്ട്. അത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ 5ാം ക്ലാസ്സുകാരായിട്ടുള്ള റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ലെവലിൽ നിന്ന് മാത്രം റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു തരുന്നതെല്ലാം അതാണ് ശരിയെന്ന് വിചാരിച്ച് അതിന് തന്നെ കൊട്ടിപ്പാടുന്നത് പോലെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. പക്ഷെ അത് എവിടെയൊക്കെ ആരൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും. അല്ല, ഈ 5ാം ക്ലാസ്സുകാരൻ ക്രമേണ MBBS കാരനാകുമ്പോൾ ഈ പ്രശ്നം തീരും. അതെ അതെ, തീർച്ചയായിട്ടും. അതാണ് അതിൽ വേണ്ടത്. അതിന് ഈ മീഡിയത്തെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷെ വീണ്ടും 5ാം ക്ലാസ്സുകാരനെ 2ാം ക്ലാസ്സുകാരനാക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. പണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പ്രസംഗങ്ങൾ. ആരൊക്കെയാണ് പ്രസംഗിച്ചിട്ടുണ്ടിരുന്നത്? ആ പ്രസംഗിക്കാൻ വേദി കിട്ടിയിരുന്നത് ആർക്കൊക്കെയാണ്? കുറെ പഠിച്ചിട്ടുള്ളത്. അത് ശാസ്ത്രമാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തിനാണ്, അല്ലെങ്കിൽ വലിയ നേതാക്കന്മാർ, അല്ലെങ്കിൽ മതപുരോഹിതന്മാർ, അല്ലെങ്കിൽ യാത്ര വായിച്ചിട്ടുള്ളവരൊക്കെയാണ് സംസാരിക്കാനുള്ള വേദി കിട്ടുക. ഇന്ന് പക്ഷേ വിവരമുള്ളവർക്ക് വേദി കിട്ടുന്നില്ല എന്നല്ല പറയണേ, വിവരമില്ലാത്തവർക്കും വേദി കിട്ടിയേക്കാം. ആ കിട്ടുന്ന അതുവഴി ഇപ്പൊ ടാലന്റിനേക്കാൾ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ക്വാളിറ്റിയേക്കാൾ റീച്ചിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്ന സമയത്ത് അത് മോശം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പണ്ടിപ്പോ നമ്മുടെ വേ ഓഫ് തിങ്കിങ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ, നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ, പാട്ടുകൾ ഒക്കെ വെച്ചിട്ടാണല്ലോ നമുക്കൊരു വേ ഓഫ് തിങ്കിങ്. ലിസൺ ടു യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ പോലെ നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടിനല്ല റിസൾട്ട് ലിസൺ ചെയ്യുന്നത്, നിങ്ങളുടെ ചുറ്റും നിന്ന് നിങ്ങളുടെ തലയിലേക്ക് വന്നിട്ടുള്ള ചിന്താഗതികളെയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ
ഈ മിസ്ഇൻഫോർമേഷൻസ് ഒരുപാട് കൂടുന്നുണ്ട്. അതിന് പക്ഷെ ഫിൽട്ടർ ചെയ്യാനായിട്ട് യാതൊരു സാഹചര്യം അത്രത്തോളം കാലം ഇതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. അതെ സർ, മാറ്റം ഇല്ലാത്തത് മാറ്റത്തിനാണ് നമ്മൾ പറഞ്ഞപ്പോഴും കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് സാർ, അതായത് മാറ്റങ്ങൾ ഉണ്ടാകേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോഴും നമുക്കില്ലേ, അതിലെവിടെയാണ് മാറേണ്ടത് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, മാറ്റങ്ങളോ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളീ പറഞ്ഞ മീഡിയയിൽ പോലും മാറ്റം വന്നില്ലേ. ഇപ്പോൾ ടെലിവിഷൻ എന്ന് പറയുന്നത് അപ്രസക്തമായില്ലേ. ടെലിവിഷന് ഇപ്പോൾ എത്ര ശതമാനം ആളുകൾ ടെലിവിഷൻ കാണുന്നുണ്ട്? ഞാൻ സഫാരി TV ചാനൽ ബ്രോഡ്കാസ്റ്റ് നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പോൾ പകരം ഓൺലൈനിൽ എൻ്റെ ഈക്വലി രണ്ടും ഒരേപോലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ടെലിവിഷൻ ചാനൽ നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ് തന്നെ. എൻ്റെ ആവശ്യമില്ല ഇനി. ഇപ്പൊ കുറെ വയസ്സന്മാരാണ് കാണുന്നത്. നമ്മളിത് പറയുന്ന ടെലിവിഷൻ നിങ്ങൾ വെട്ടിക്കളയരുത്, ഉള്ള കാര്യം പറയാം. ടെലിവിഷൻ ചാനൽ ഈസ് കാലഹരണപ്പെട്ട ഒരു മീഡിയ. അതായത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഈ കേബിളിൽ കൂടെ അല്ല ഡിഷാൻറ്റിനെ കൂടെ വന്ന് വീട്ടിൽ കാണുന്ന ഒരു സാധനത്തിന്റെ ഒരു ആവശ്യം ഇന്നുണ്ടോ? അല്ല, ഇപ്പൊ അതിന്റെ ശരിയാ, ആൾക്കാർ പരസ്യമൊക്കെ വെച്ചുകൊണ്ട് അതൊന്നും കാണില്ല. പകരം ഓൺലൈനിലാണെങ്കിൽ അവരെ രണ്ട് സ്മാർട്ട് ടിവിയിൽ നിങ്ങൾക്ക് മൊബൈൽ യൂട്യൂബിലോ ഇത് വരുന്ന ഏത് പ്രോഗ്രാം അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ക്വാളിറ്റി കണ്ടുകൂടെ? അപ്പൊ ഈ പറഞ്ഞ ഈ വലിയ ഗ്രെയിൻസ് ഉള്ള ഈ വിഷ്വല് കേബിളിൽ കൂടെ വന്ന് നിങ്ങളുടെ വീട്ടിലെ പഞ്ഞ വിഷ്വലായിട്ട് കാണേണ്ട എന്ത് കാര്യമുള്ള? ഞാനൊരു ചാനൽ നടക്കുമ്പോൾ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ വളരുന്നത്, അല്ലെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. ഞാനിപ്പോഴും ഞാൻ ചെയ്യുന്നത് ഉദാത്തമാണെന്ന് വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ? അതിനപ്പുറം ഇനി വളർച്ചയില്ലാന്ന് ചിന്തിച്ചാൽ തീർന്നില്ലേ? ടെലിവിഷൻ ചാനലൊക്കെ ചത്തു കഴിഞ്ഞു, മീൻസ് കൺവെൻഷണൽ രീതിയിൽ. ഇതിനി സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ആരൊക്കെ വളരുന്നോ അവരാണ് സർവൈവ് ചെയ്യുക. ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങളൊരു ന്യൂസ് ചാനൽ നോക്കൂ. ന്യൂസ് ചാനലിലെ ന്യൂസ് നിങ്ങൾ കണ്ടത് ടെലിവിഷനിലാണോ മൊബൈലിലാണോ? മൊബൈലിൽ. ഉത്തരവായില്ലേ? അതായത് നിങ്ങൾക്ക് ചാനലില് ന്യൂസോ എന്തെങ്കിലും പരിപാടി കാണണമെങ്കിൽ ആ സമയത്ത് അവിടെ പോയി ഇരിക്കണം. അതെ, നമുക്കിപ്പോ ഇന്റർനെറ്റിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാറിൽ പോകുമ്പോൾ കാണാം, കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ കാണാം. ഉറങ്ങാതെ രാത്രി 12 മണിക്ക് നിങ്ങൾക്ക് 7 മണി ന്യൂസ് കാണണം എന്ന് വിചാരിച്ചാലും കാണാം. ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ട് നിർത്തിയാൽ മതി കേട്ടോ. അല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ട് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു അവരോട്. ചാനൽ നിർത്തിയാൽ ഇങ്ങനെ പറഞ്ഞതിനാൽ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതില് കയറുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ നമ്മുടെ വാട്ടർ മെട്രോയിൽ? എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഇപ്പൊ നമ്മൾ സംസാരിച്ചതുകൊണ്ട് അധികം എനിക്ക് കാണാലോ. സാർ പക്ഷേ അല്ലല്ല, ഞാൻ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് ആദ്യത്തെ യാത്ര നടത്തിയത് ഞാനാ. അവരുടെ കഴിഞ്ഞ 2-3 മാസം മുമ്പ് തുടങ്ങിയപ്പോൾ വാട്ടർ മെട്രോയിൽ ഫോർട്ട് കൊച്ചി. അത് തന്നെ. ഇത് പക്ഷെ നല്ല രസമാണല്ലോ. ഇതാണ് ഞാനന്ന് പറഞ്ഞത്. കേരളത്തിൽ വേൾഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ ഇപ്പോൾ വാട്ടർ മെട്രോയും നമ്മുടെ കൊച്ചി മെട്രോയുമാണ്. ബാക്കിയൊക്കെ ഇപ്പോഴും ഒരു ലോക നിലവാരത്തിലേക്ക് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. നമ്മൾ ലോക നിലവാരം എന്ന് പറയുന്നതല്ലാതെ ആക്ച്വലി വേൾഡ് ക്ലാസ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് നമ്മുടെ ആളുകൾ അനുഭവിക്കുന്നത് ഈ വാട്ടർ മെട്രോയിലും കൊച്ചി മെട്രോയിലും ഒക്കെയാണ്. ആ ലെവലിലേക്ക് നമ്മുടെ KSRTC മാറുമ്പോൾ, നമ്മുടെ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന പാസഞ്ചർ ട്രെയിനുകൾ മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഫെസിലിറ്റികൾ ബസ് സ്റ്റാൻഡുകളും ടാക്സി സ്റ്റാൻഡുകളും മാറുമ്പോഴാണ് നമ്മൾ ലോക നിലവാരത്തിലെത്തിയെന്ന് പറയുന്നത്. അല്ല, നമ്മുടെ പ്രസംഗം ലോക നിലവാരത്തിലെത്തിയാൽ നമ്മൾ ആയില്ല, ആവാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ടോവിക്ക് ആശംസകൾ കൊടുക്കണം. കാരണം ടോവിയുടെ വരാനിരിക്കുന്ന സിനിമയ്ക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും. സെപ്റ്റംബർ 12-നാണ് കഴിയുമെങ്കിൽ. ഓണത്തിന് 3 ദിവസം മുമ്പ്. 3 ദിവസം മുമ്പ്. ഓക്കെ. ആ സമയത്തൊരു ഗ്യാപ്പ് ഉണ്ടാക്കി. ഇതെന്താ അറിയോ, ഇത് എന്തുകൊണ്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് കാണണം എന്ന് പറയുന്നത് വെച്ചാൽ ഇത് 3D. എനിക്കറിയാം, ഇത് 3D മാത്രമല്ല, നല്ല സിനിമകൾ തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണെന്ന് എനിക്കറിയാം. കാരണം അതിൻ്റെ സൗണ്ട് എഫക്ട്സും എല്ലാം ചേർന്ന് ആ ഒരു ആംബിയൻസ് 3D നമുക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഞാൻ നമ്പറും വാങ്ങും. എനിക്കിത് കണ്ടിട്ടൊരു അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞു കേട്ടാൽ കൊള്ളാം. എനിക്കൊരു അപകടമുണ്ട്. ഞാൻ പച്ചയ്ക്ക് അഭിപ്രായം പറയുന്ന ഒരാളാണ്. പേഴ്സണലി അല്ലേ പറയുന്നത്. എന്നോട് പറഞ്ഞു പുറത്തു പറയാതിരുന്നാൽ മതി. മോശമാണെങ്കിൽ നല്ലതാണെങ്കിൽ പുറത്ത് പറഞ്ഞു, മോശമാണെങ്കിൽ പുറത്ത് പറയാതിരുന്നാൽ മതി. എന്നോട് പറഞ്ഞു, എനിക്ക് മോശമാണെങ്കിൽ എന്നോട് മാത്രം പറഞ്ഞാൽ മതി, നല്ലതാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞു. അല്ല, അത് 3D എന്ന് പറയുമ്പോഴേ നമ്മളൊരു ചിയോദിക്കാവ് എന്ന് പറഞ്ഞൊരു ഗ്രാമം ഒക്കെ സാങ്കല്പിക ഗ്രാമം. 3D അല്ലാത്ത വെർഷൻ ഉണ്ടോ അതിന്? 3D അല്ലാത്ത വേർഷനും ഉണ്ട്. പക്ഷെ നമ്മൾ ഓഫർ ചെയ്യുന്നത് 3Dയിലാണ്. അതാണ് അതിന്റെ ഒരു അതിനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഉണ്ടല്ലേ. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കഥയോ അങ്ങനെ ഇന്റർനാഷണൽ അങ്ങനത്തെ ഒന്നുമില്ല. ചിയോദിക്കാവ് ഒരു ഗ്രാമം, പക്ഷെ അതിന്റെ അകത്ത് നമ്മളൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ 3Dയിൽ കണ്ടാൽ കുറച്ചും കൂടെ. കാര്യം ഞാൻ സിനിമ 3Dയിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ 2Dയിലാണ് കണ്ടത്. പക്ഷെ ഇതിന്റെ ടീസർ ഞാൻ 2Dയിൽ കണ്ടിട്ട് 3Dയിൽ കണ്ടപ്പോൾ എനിക്ക് ആനയും ആടും നമ്മൾ വ്യത്യാസം. 3Dയിൽ കണ്ടു കഴിഞ്ഞാൽ
അടിപൊളിയാണ്. എന്തായാലും അതും ഈ ആക്ഷൻ സീക്വൻസുകളോ മുഖത്തേക്ക് സാധനം വരുന്നതോ മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ജോമോണ്ടി ജോൺ ആണ് സിനിമയുടെ ഗ്രൂപ്പ്. അപ്പൊ ഈ ഡെപ്ത് വെച്ചിരിക്കുന്നതും ഒക്കെയും ഒരു 3Dയുടെ ഫീൽ കിട്ടുന്ന പോലെ തന്നെയാണ്. അതിപ്പോ നമ്മളൊരു ഇമോഷണൽ സീൻ ചെയ്യുമ്പോൾ പോലും നമുക്കൊരു സാധാരണ 2D പിക്ചറും 3D പിക്ചറും കാണുന്ന ഒരു വ്യത്യാസമില്ല. നമുക്ക് കുറച്ചും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആദ്യമായിട്ടാണോ 3D ചെയ്യുന്നത്? എല്ലാവരും ആദ്യമായിട്ടാണ്. അതും 3D ക്യാമറയിലല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. 3Dക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റേഴ്സ് നമുക്ക് തന്നിരുന്നു. 3D പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് 3D ചെയ്യുന്നത്. മറ്റേത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് 118 ദിവസം എടുത്തു. നമ്മൾ 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 200 ദിവസം എടുത്തേനെ. കാരണം കുറെ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ. ഈ 118 ദിവസവും നമ്മൾ മലയാളം സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അകത്ത് നിൽക്കുന്നവരൊക്കെ അറിയുള്ളൂ. അത് നമ്മൾ ഭയങ്കര അംബീഷ്യസ് ആയിട്ട് നമ്മളൊരു സിനിമ ചെയ്യാൻ തുടങ്ങുകയും നമ്മൾ ഒരു പോയിന്റ് തലക്കടിക്കിട്ട പോലെ നമ്മൾ ഓർക്കും. പക്ഷെ കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 36 മണിക്കൂർ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഈ 118 ദിവസം ശരിക്കും പറഞ്ഞാൽ 118 ദിവസമായിട്ടല്ല, ഒരു 130 ദിവസമായിട്ട് കണക്കാക്കണം. കാര്യം രണ്ടാം ദിവസം എന്നെ കൊണ്ട് 17 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. ഈ 17 മണിക്കൂർ ആക്ഷനും തൂങ്ങിക്കയറലും ഇറങ്ങലൊക്കെ വരുന്ന സമയത്ത് ഇവൻ നമ്മുടെ ഡയറക്ടർ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇവനറിയാലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ വെറുതെ ടാൻഡർ വർക്കും. ഇവിടെ ഞാനും മനുഷ്യനാണ്, നിനക്ക് ഡേറ്റ് തന്നിട്ട് നീ എന്നോട് ഇങ്ങനെയാണോ ചെയ്യണേ എന്നൊക്കെ ഞാൻ ചോദിക്കുന്ന അവൻ അറിയാവുന്നവരുണ്ട്. ഇവൻ എൻ്റെ ഒരു അകലേ കൂടെ ഔട്ട് ഓഫ് ഫോക്കസിലേ പോകണുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പാക്കപ്പിന് നേരാകുമ്പോ പറയാം. പിന്നെന്താ വെച്ചാൽ ഈ ഫുൾ ടീം ഒരുമിച്ച് അങ്ങനെ നിന്നിരുന്നു, അല്ലെങ്കിൽ അത് ടോട്ടൽ എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു ഷൂട്ട്? ഷൂട്ട് 118 ദിവസം അവർ ഷൂട്ട് ചെയ്തു. ഞാൻ 105 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. പക്ഷെ അതിനേക്കാളും ഞാൻ പറയണത് എന്നാലും ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഭയങ്കര എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടാവും. മറ്റേ സാധനം വന്നില്ല, മറ്റേ സാധനം വന്നില്ല. അപ്പൊ ഞാൻ ചെന്നിട്ട് ഡയറക്ടറോട് എടാ ഒരു പ്രശ്നമുണ്ട് പറ, എന്നിട്ട് ഞാൻ എന്റെ പറയാം എന്ന് പറയുന്ന പോലെ എല്ലാവരും കയ്യിലൊരു പ്രശ്നം പിടിച്ചുകൊണ്ടാണ് അവിടെ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇത് സിനിമനെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം അതിന് നമ്മൾ ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അത്ര കൺവീനിയന്റ് അല്ലാത്ത സമയത്ത് നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവാൻ പറ്റും എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ സാറിനും ചൊവ്വയിലേക്കൊക്കെ പോകാനുള്ള അതിൻ്റെ തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ എത്രയും വേഗം നടക്കട്ടെ. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയണം, ഞങ്ങളും പോകും സാറിൻ്റെ ഇൻസ്പിറേഷനിൽ, അല്ലേ ടോബി? സാറ് പറയുന്നത് അതാണ്, എപ്പോഴും സാറ് മാത്രം പോയാൽ പറ നമ്മളും. അല്ല, ഞാൻ ആളുകളെ ഈ സഞ്ചാരം ബഹിരാകാശത്തേക്ക് ആളുകളെ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ലെങ്കിലും സഫാരി അല്ലെങ്കിൽ സഞ്ചാരത്തിലൂടെ 27 കൊല്ലമായിട്ട് ടെലിവിഷനിൽ കണ്ട ആളുകളെ അവരെ ഇനി നേരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത മിഷൻ. ഞാനിപ്പോൾ അതിൻ്റെ പ്രോസസ്സിലായിപ്പോൾ വ്യൂവേഴ്സിനെ മുഴുവൻ സ്ഥലം കാണിക്കുക, യഥാർത്ഥ ടൂറിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്ത ഒരാളെ ഇൻസ്പയർ ചെയ്ത് യാത്ര ചെയ്ത ഒരാളായിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. സാറ് 100 രൂപ വെച്ച് സൂക്ഷിക്കാൻ ഒരു ദിവസം 100 രൂപ മാറ്റി വെച്ചാൽ പറ്റാത്ത ഒരാളും കേരളത്തിൽ ഇന്ന് ജോലി ചെയ്യുന്നവരില്ല. അങ്ങനെ മാറ്റി വെച്ച് ഒരു അഡീഷണൽ എഫേർട്ട് എടുത്താൽ ഒരു 100 രൂപ അഡീഷണൽ ഉണ്ടാക്കാം. ഈ 100 രൂപ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഒരു വിദേശ രാജ്യത്ത് പോകാം. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് 150 ആക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അകലെയുള്ള രാജ്യത്ത് പോകാം. 200 മാറ്റം പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നവൻ എത്ര രൂപ കളയുന്നുണ്ട് ഒരു ദിവസം? ഉറപ്പായിട്ടും 100 രൂപയ്ക്ക് മുകളിലുണ്ടല്ലോ എന്താണെങ്കിലും. ഒരു പാക്കറ്റുകാരനായിരിക്കില്ല അവൻ. അത് മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും പ്ലാൻ ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ആളുകളെ ഒന്ന് ട്രാവൽ ചെയ്യിക്കുക. ഇത്രയും നാളും ടി വി കൂടെ കാണിച്ച സാധനം ആളുകൾ യാത്ര ചെയ്താൽ കേരളം മാറും. ലോകം കാണാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിന് സർ വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. ഉറപ്പായിട്ടും ലോകം കണ്ടു കഴിഞ്ഞാൽ കേരളം മാറും. ഞാൻ മാറിയിട്ടുണ്ട്. അതായത് ബാക്കിയുള്ളവരെ മാറ്റാനൊന്നും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഡിസ്പ്ലിൻ അതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന എനിക്കൊരു ചളിപ്പായി തുടങ്ങി. ഞാനപ്പോ എന്തെങ്കിലും മിഠായി കവറൊക്കെ ഉണ്ടെങ്കിൽ പോക്കറ്റിലിടും, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് എവിടെയെങ്കിലും വെക്കും. ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതിന്റെ രീതിയിൽ മാറ്റം വരും. നമ്മളിവിടെ ശത്രുതയാണല്ലോ. പോകുന്നവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. യുദ്ധമുന്നണിയിൽ എന്ന പോലെയാണ് ഹൈവേയിൽ നമ്മൾ. ഇതിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ലിഫ്റ്റ് ശരിക്കും ഈ കാറിലെല്ലാം ഓരോ തോക്കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര കൊലപാതകം ഒരു ദിവസം അല്ലേ? എല്ലാ കാറിലും ഒരു തോക്കും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി അല്ല, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കാറിന്റെ എല്ലാം പുറകിലത്തെ സ്ക്രീൻ ഗ്ലാസ് ഉണ്ടല്ലോ, അതൊരു LED സ്ക്രീൻ ആണെന്നും ഈ മുമ്പിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നവന് ആ തത്സമയം അവന്റെ മനസ്സിലുള്ള ഇതിൽ എഴുതി കാണിക്കാനും പറ്റുമായിരുന്നെങ്കിൽ തെറിയുടെ അഭിഷേകമായിരിക്കില്ല എല്ലാ വണ്ടിയുടെയും പുറകിലത്തെ സ്ക്രീനിൽ തെളിയുക, അല്ലേ? കാരണം ഓവർടേക്ക് ചെയ്യുമ്പോൾ, അല്ലെ പുറകിൽ നിന്ന് ഹോൺ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ
ബ്ലോക്ക് ചെയ്തവന് എല്ലാവരോടും ചീത്ത പറയാൻ വെമ്പി നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഇറിറ്റേഷൻ അതിന് ഉള്ളൊരു വഴിയില്ല. വണ്ടിക്കകത്ത് AC ഇട്ട് ഗ്ലാസും പൊക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ കൊലപാതകം നടക്കാത്തതാണ്. അതുകൊണ്ട് പുറത്തുള്ളവർ കേൾക്കാത്തതും അതുകൊണ്ടാണ് അവിടെയുള്ളത് നമ്മൾ തിരിച്ചു കേൾക്കാത്തത്. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ യാത്രകളിലൂടെ അത് സാധിക്കട്ടെ. പുറത്ത് ഇറക്കി വരും ഹോണാ. ഒരു ഹോൺ അടിച്ചാൽ അതാണ് തെറി. അതെ അതെ, അധികം അവിടെ ഹോൺ അടിക്കാനും പാടില്ല. അടിച്ചാൽ അതാണ് അത് വല്ലപ്പോഴും ദിവസവും വരണ്ടൊക്കെ കേൾക്കുള്ളൂ. പക്ഷെ അത് നല്ല അതാണ് അതിന്റെ ഒരു. എന്തായാലും യാത്രകളും സിനിമകളും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് എല്ലാ ആശംസകളും പടത്തിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വിജയമാവട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു.